നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഏറ്റവും അതിപ്രധാനമായ ഒരു വിവരമാണ് പുറത്തു വരുന്നത്. ഈ ഇറാൻ ഇസ്രായേൽ ആക്രമണം, അവരുടെ സംഘർഷം ഒക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷേ ഈ ഇറാൻ ആക്രമിച്ചതിലൂടെ ഇസ്രായേലിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? ആ ലക്ഷ്യം ഇസ്രായേൽ നിറവേറ്റിയോ? ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ ലോകത്തിന് മുന്നിൽ ഉയർന്നു വന്നതാണ്. ഒരു കോൺസുലേറ്റ് ആക്രമണം, അതിൽ നിന്ന് തുടങ്ങിയതാണ് ഇറാൻ ഇസ്രായേൽ സമീപകാലത്തെ ഏറ്റവും വലിയ സംഘർഷം. ശരിക്കും ആ ഒരു കോൺസുലേറ്റ് ആക്രമണത്തിലൂടെ അല്ലെങ്കിൽ അതിനുശേഷം നടന്ന ആക്രമണങ്ങളിലൂടെ ഇസ്രായേൽ മറ്റെന്തെങ്കിലും ലക്ഷ്യമിട്ടോ? അതൊരു പ്രകോപനമായിരുന്നു. ആ പ്രകോപനത്തിലൂടെ ഇസ്രായേൽ എങ്ങോട്ടാണ് ചെന്നത്? ഏത് ലക്ഷ്യം നിറവേറ്റാനായിരുന്നു ഇസ്രായേൽ ശ്രമിച്ചത് എന്നതടക്കമുള്ള ചോദ്യങ്ങൾക്ക് ഒരു ഉത്തരം എന്ന രീതിയിൽ ചില വിവരങ്ങൾ പുറത്തു വരികയാണ്. അതിൻ്റെ വിശദാംശങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇറാൻ്റെ ആക്രമണത്തിന് മറുപടിയായി നേരത്തെ ഇസ്ഫഹാൻ മേഖലയിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയിരുന്നു. ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചായിരുന്നു പ്രത്യാക്രമണം. എന്നാൽ ഇസ്രായേൽ ഈ ആക്രമണത്തിലൊരു ലക്ഷ്യമിട്ടത് എന്താണ് എന്നത് വലിയൊരു ചോദ്യമായിരുന്നു. അതിനുള്ള ഉത്തരമാണ് ഇപ്പോൾ, അല്ലെങ്കിൽ അതിന് ഉത്തരമെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ചില സൂചനകളാണ് പുറത്തു വരുന്നത്. റഷ്യൻ നിർമ്മിത S-300 ആൻറ്റി ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ സംവിധാനത്തെ ഉന്നമിട്ടായിരുന്നു ആക്രമണമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മിസൈൽ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് ഇതെല്ലാം തകർത്തു എന്നായിരുന്നു ഇറാൻ്റെ പ്രതികരണം. ഇറാൻ പരിഹസിച്ചത് ഇറാനിലെ കുട്ടികൾ കളിക്കുന്ന തരം വെടിക്കോപ്പുകളുമായിട്ടാണ് ഇസ്രായേൽ ആക്രമിച്ചതെന്നായിരുന്നു. 2016 ഇറാൻ S-300 വ്യോമ പ്രതിരോധ സംവിധാനം റഷ്യയ്ക്ക് കൈമാറിയത്. അതേസമയം ആക്രമണം നടത്തിയത് തങ്ങളാണെന്ന് ഇസ്രായേൽ സ്ഥിരീകരിക്കുകയോ തള്ളുകയോ ചെയ്തിട്ടില്ല. അമേരിക്കൻ വാർത്താ ഏജൻസികൾ ഇസ്രായേലാണ് ആക്രമണം നടത്തിയതെന്ന് അവകാശപ്പെടുന്നുണ്ട്. നേരത്തെ ഇറാൻ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ ഇസ്രായേലിനെതിരെ നടത്തിയിരുന്നു. ഇതിനുള്ള മറുപടിയാണ് ഇപ്പോഴുള്ള ഈ ആക്രമണം എന്നാണ് കരുതപ്പെടുന്നത്. പക്ഷേ ഇറാൻ ഇതിനെ തള്ളിയിരുന്നു. അത്തരത്തിലൊരു ആക്രമണമൊന്നും നടത്തിയിട്ടില്ല എന്നൊരു പ്രസ്താവന ഇറാൻ ഇറക്കിയിരുന്നു. ന്യൂയോർക്ക് ടൈംസും BBC-യും ഇറാനിൽ ആക്രമണം നടന്ന സ്ഥലത്തെ ഉപഗ്രഹ ചിത്രങ്ങൾ പരിശോധിച്ചു. യുദ്ധവിമാനത്തിൽ നിന്നാണ് ഡ്രോണുകളും മിസൈലുകളും പ്രയോഗിച്ചിരിക്കുന്നത്. ഇസ്ഫഹാൻ വിമാനത്താവളത്തിൻ്റെ വടക്ക് കിഴക്കായിട്ടാണ് ഈ മിസൈൽ പ്രതിരോധ സംവിധാനത്തിൻ്റെ ഒരു ബാറ്ററി സ്ഥിതി ചെയ്യുന്നതെന്ന് ഉപഗ്രഹ ചിത്രങ്ങളിൽ നിന്നും വ്യക്തമാണ്. രഹസ്യ സങ്കേതത്തിലാണ് S-300 പ്രതിരോധ സംവിധാനമുള്ളത്. ഗൂഗിൾ എർത്തിൻ്റെ ഏറ്റവും പുതിയ ചിത്രങ്ങൾ പ്രകാരം ഈ പ്രദേശം ഇപ്പോൾ ഒഴിഞ്ഞു കിടക്കുകയാണ്, വിജനമാണ്. S-300 പ്രതിരോധ സംവിധാനം എവിടെയാണ് ഇപ്പോൾ ഉള്ളത് എന്നത് ആർക്കും അറിയാത്ത അവസ്ഥയിലാണ്. ഇതിനധികം ദൂരമില്ലാത്ത ഇടത്താണ് ആണവ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എന്നതും ഏറ്റവും ശ്രദ്ധേയമാണ്. നിരവധി വാഹനങ്ങളും റഡാറുകളും മിസൈൽ ലോഞ്ചറുകളും മറ്റു ഉപകരണങ്ങളുമെല്ലാം ഈ പ്രതിരോധ സംവിധാനത്തിലുണ്ട് എന്നാണ് BBC റിപ്പോർട്ട് ചെയ്യുന്നത്. ഡ്രോണുകളും മിസൈലുകളും ഈ പ്രതിരോധ സംവിധാനത്തിൽ പതിച്ചിട്ടുണ്ട് എന്നതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. ഇറാന്റെ പ്രതിരോധ സംവിധാനത്തെ മറികടക്കാൻ ഇസ്രായേലിന്റെ ആയുധങ്ങൾക്ക് കഴിഞ്ഞു എന്നതും ഏറ്റവും ശ്രദ്ധേയമാണ്. ചിലത് കണ്ടെത്താൻ പോലും കഴിഞ്ഞിരുന്നില്ല എന്നതും എടുത്തു കാണിക്കേണ്ട കാര്യം തന്നെയാണ്. മിസൈൽ വേദ പ്രതിരോധ സംവിധാനത്തിൽ ഇത് പതിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ. BBC-യുടെയും ന്യൂയോർക്ക് ടൈംസിൻ്റെയും ഉപഗ്രഹ ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നത് മിസൈൽ പ്രതിരോധ സംവിധാനത്തിന് കേടുപാടുകൾ ഉണ്ടായി എന്ന് തന്നെയാണ്. എന്നാൽ മിസൈൽ ലോഞ്ചറുകൾ കാര്യമായി ഒന്നും സംഭവിച്ചിട്ടില്ല. ഏതളവിലാണ് നാശനഷ്ടങ്ങൾ ഉണ്ടായത് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഇസ്രായേൽ ഉപയോഗിച്ച ആയുധങ്ങളെക്കുറിച്ചും കൃത്യമായ വിവരങ്ങൾ കിട്ടിയിട്ടില്ല. എന്തായാലും ഇസ്രായേൽ വെറും ഒരു ആക്രമണം നടത്തിയതല്ല, മറിച്ച് ചില ലക്ഷ്യത്തോടെ നടത്തിയ ആക്രമണം, അത് ഇറാനിൽ ആ ഒരു ലക്ഷ്യം കണ്ടു എന്ന തരത്തിലുള്ള ഒരു റിപ്പോർട്ടാണ് എന്ന സൂചനയാണ് പുറത്തു വരുന്നത്. റഷ്യൻ നിർമ്മിത S-300 ആൻറ്റി ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ സംവിധാനത്തെ ഉന്നമിട്ടായിരുന്നു ഈ ഒരു ആക്രമണം, അതായത് തിരിച്ചടി എന്ന രീതിയിൽ നടത്തിയ ആക്രമണം എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും ഇതിൻ്റെ ആധികാരികതയൊക്കെ പുറത്തു വരേണ്ടതായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. എന്തായാലും മിസൈൽ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് ഇതെല്ലാം തകർത്തു എന്ന് ഇറാൻ പ്രതികരിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.